ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ പരിമളം ഇപ്പോൾ സജീവമായി സിനിമാ രംഗത്തുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദ്യം, പരിമളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടി നമുക്കുണ്ടോ? പരിമളം നടിയുടെ പേരല്ല, കഥാപാത്രത്തിൻ്റെ പേരാണ്. നമ്മളെന്നുള്ള സിനിമ കാണുന്നുണ്ടോ? കമൽ സംവിധാനം നമ്മൾ അതിലൊരു പെൺകുട്ടി അഭിനയിക്കാൻ വന്നു. പരിമളം എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കണ്ടാൽ സൗന്ദര്യമൊന്നുമില്ല, ഒരു 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 വികൃത രൂപമൊന്നും അങ്ങനെയും പറയാൻ പറ്റില്ല. അത് അവതരിപ്പിച്ചത് ഒരു പുതുമുഖ നടിയാണ്, ഭാവന. ആ ഭാവന മനസ്സുകൊണ്ട് വികൃതിത്തരങ്ങളൊക്കെ കാണിക്കും, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ നമുക്ക് തലയിൽ പേനിരിക്കുന്ന പോലെ തോന്നും, അയ്യോ എന്തൊക്കെയാണ് കുട്ടി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ വികൃതിത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഭാവന ഒരു നടൻ്റെ മൂക്കിന് ഇടി കൊടുത്തു. മൂക്കിന് ഇടി കൊടുത്തത് മർമ്മസ്ഥാനത്തായി ഇടി എന്ന് ആലോചിക്കണം. അപ്പോൾ എന്താ ഉണ്ടാവുക? ചോര വീഴില്ലേ? ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നടൻ ആരാണെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ, അതല്ല നിങ്ങൾ വിചാരിക്കുന്ന നടനല്ല. എനിക്കറിയാം, ഭാവന നായകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അറിയാം. മാത്രമല്ല ആ നടനുമായി ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ പറയാമ്പോൾ അതൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. അതിനേക്കാൾ വേറൊരു നടനാണെന്ന്, അതിനേക്കാൾ സൂപ്പറായൊരു നടനാണെന്ന് വിചാരിക്കുമോ? മമ്മൂട്ടി മോഹൻലാൽ തന്നെ ഞാൻ പറയട്ടെ, പറയാൻ അനുവദിക്കുക. അപ്പോൾ അത് ഈ അടിയുടെ കാര്യം, മൂക്കത്തിടിയിൽ പറയുന്നതിന് മുമ്പ് തന്നെ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി പരിസരം മറക്കുന്നൊരു നടിയാണ് ഭാവന. അത് ആ അനുഭവം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ കമലിൻ്റെ പടം പറഞ്ഞല്ലോ, നമ്മൾ വേറൊരു നടിയാണെങ്കിൽ അങ്ങനെ കരിവാരി തേച്ച രീതിയിൽ അഭിനയിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അതായിരുന്നു ഭാവനയ്ക്ക് കിട്ടിയ പ്ലസ് പോയിൻ്റ് എന്ന് ആലോചിക്കണം. അവിടെ നിന്നുള്ള വളർച്ചയായിരുന്നു ഭാവനയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ ഭാവനയുടെ സ്വഭാവം വെച്ചാൽ, ഭാവനയെ എതിർത്ത് സംസാരിച്ചാൽ, കുറ്റപ്പെടുത്തിയാൽ ഒക്കെ എന്തെങ്കിലും നഷ്ടം ആ കുട്ടി വരുത്തിയിരിക്കും. എനിക്കും പറ്റിയിട്ടുണ്ട്. അത് പറയുന്നത് നമ്മുടെ ശാന്തിവിള ദിനേശ് ആദ്യം സംവിധാനം ചെയ്ത ബംഗ്ലാവിൽ ഔദ എന്നുള്ള സിനിമ, നമ്മുടെ ലാലാണ് ഡബിൾ റോൾ അഭിനയിച്ചിരിക്കുന്നത്. നായിക ഭാവന, ദേവനടക്കമുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാം നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിടെ ആ ലൊക്കേഷൻ ചെല്ലുന്നതിന് മുമ്പ് ഭാവന എന്തോ ഒരു ചെറിയ കുനിഷ്ട് പോലുള്ള സാധനം ഞാൻ എഴുതിയിട്ടുണ്ട് രസകരമായിട്ട്. പക്ഷേ ഇതിപ്പോൾ ആനപ്പക പോലെ ഭാവന വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നു, ഞങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നു. അങ്ങനെ ഭാവനയുടെ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്നു, സമ്മതിക്കുന്നു. അപ്പോൾ എൻ്റെ ടേപ്പൊക്കെ ഞാൻ തന്നെ എഴുതല്ല, എല്ലാം ടേപ്പിലെടുക്കും. നിഷേധിക്കാൻ പാടില്ലല്ലോ, നമ്മൾ കള്ളം എഴുതി പറയാൻ പാടില്ലോ, ആ രീതിയിലാണ്. അപ്പോൾ ടേപ്പ് ഭാവനയുടെ കയ്യിൽ കൊടുക്കുന്നു. ഞാൻ ചോദിക്കുന്നു. അതിനിടയ്ക്ക് ആരോ എന്നെ ദേവനോ മറ്റോ ആരോ വിളിച്ചു. ഞാൻ സംസാരിക്കാൻ തിരിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടേപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഞൊടിയിടയ്ക്കുള്ളിൽ ആ ടേപ്പ് എങ്ങനെ കേടുവരുത്താമെന്ന് ഭാവനയ്ക്ക് അറിയാമായിരുന്നു. അന്ന് ഇൻ്റർവ്യൂ നടന്നില്ല. പിന്നെ ചോദിച്ചപ്പോൾ ഭാവന പറഞ്ഞു, ഞാൻ തന്നെയാണ് ചെയ്തത്. എന്നെക്കുറിച്ച് മോശമായിട്ട് മോശമല്ല കേട്ടോ, എന്നെക്കുറിച്ച് എഴുതുമ്പോൾ ഞാനൊരു പണി തരണ്ടേ. അങ്ങനെ ചില പണികളൊക്കെ ഭാവനയുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയുള്ള ഭാവന മലയാളത്തിൽ നിന്ന് തമിഴിൽ തിരക്കായപ്പോൾ നല്ല കുറേ റോളുകൾ നേടി തമിഴിലേക്ക് പോയപ്പോൾ അവിടെയും എന്താ പറയുക, അവിടെയും മണ്ടത്തരങ്ങൾക്ക് ഭാവന വിളിച്ച് പറയും. ഓണത്തെക്കുറിച്ച് 10 വരി എഴുതാൻ പറയുമ്പോൾ വെച്ചാൽ ക്രിസ്മസിനെ കുറിച്ചാണ് എഴുതുക. അത് അനീഫ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ക്രിസ്മസിനെ കുറിച്ച് പറയാൻ പറ്റും, ഓണത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. ഇങ്ങനെയൊക്കെ ചില തമാശകൾ ഭാവനയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് നമ്മുടെ ഹനീഫ പറയാറുണ്ട് വരുമ്പോൾ. അപ്പോൾ ഭാവന ലൊക്കേഷനിൽ ചെന്നു. അന്നൊരു പ്രധാന സീൻ എന്ന് പറഞ്ഞാൽ, ഈ കാമുകനും കാമുകിയും തമ്മിൽ വഴക്ക് കൂടി തമാശകൾ പല വഴക്കിൻ്റെ ഇടയിൽ കാമുകൻ്റെ മൂക്കത്ത് ഇടിക്കുന്നൊരു സീനാണ്. ഈ മൂക്കത്ത് ഇടിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടല്ല, ദേഷ്യവും സങ്കടവും എല്ലാം, അത് വിവിധ വികാരങ്ങളോടെയാണ് കാമുകൻ്റെ മൂക്കത്ത് ഭാവനയുടെ കഥാപാത്രം ഇടിക്കുന്നത്. ഈ സീനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ മദ്രാസിലെ പ്രധാനപ്പെട്ട സ്റ്റുഡിയോ ആണ്. അവിടെ ഇരിക്കുന്നു. ഇവിടെ നായക നടൻ ശ്രീകാന്ത്, ഇപ്പോൾ മനസ്സിലായില്ലേ നടനായിരുന്നത്? ശ്രീകാന്ത് വരുന്നു, ഭാവന വരുന്നു, സംവിധാനം എല്ലാം ഉണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നു, ആക്ഷൻ ഇതായിരിക്കും എന്ന് പറയുന്നു, ഒറ്റ ടേക്കിൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഭാവന പറയുന്നു, എനിക്ക് ആ സീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്താ?
അല്ല അത് ശ്രീകാന്തേട്ടൻ്റെ മൂക്കത്തിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ കാണുന്ന ഒരാളാണത്. മാത്രമല്ല എനിക്ക് പുരുഷന്മാരെ തല്ലുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ് സാർ, അതൊന്ന് മാറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് സിനിമയാണ് കുട്ടി, സിനിമയിലല്ലേ ചെയ്യാൻ പറയുന്നുള്ളൂ, അത് ജീവിതത്തിൽ ചെയ്യാൻ പറയുന്നില്ലല്ലോ, മാത്രമല്ല അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെ മാറ്റില്ലേ പറ്റുള്ളൂ എന്ന് പറയണത്. എന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറയുന്നത്. ചെയ്യുമ്പോൾ അങ്ങനെ മൂക്കത്ത് ഇടിക്കാൻ പോണ സമയത്ത് സ്പീഡ്, അതായത് ഒറിജിനാലിറ്റി കിട്ടുന്നില്ല ശരിക്കും. അപ്പോൾ ഭാവന ഇങ്ങനെ പോയാൽ പറ്റില്ല. കാരണം നമ്മളൊരാളെ മൂക്കത്ത് ഇടിക്കാൻ പോകുമ്പോൾ ആ ഒരു ആക്ഷൻ വരുന്നില്ല. എനിക്ക് ആക്ഷൻ വരണമെങ്കിൽ ഒറിജിനലായിട്ട് ഇടി കൊടുത്താലേ പറ്റുള്ളൂ എന്ന് നിഷ്കളങ്കയായിട്ട് ഭാവന പറഞ്ഞു പോയി എന്ന് ആലോചിക്കണം. അപ്പോൾ ശ്രീകാന്തും പറഞ്ഞു അടിച്ചോ, ധൈര്യമായിട്ട് അടിച്ചോ എന്ന് പറയണത്. അപ്പോൾ ഭാവന പറഞ്ഞു ഇടിക്കും, എന്നെ കണ്ട കൊച്ചു കുട്ടിയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, ഭയങ്കര ഇടിയായിരിക്കും, അവസാനം വേദനിച്ചെന്ന് പറഞ്ഞ് നിലവിളിക്കരുത്, ഒരു പ്രശ്നമില്ല, ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ട്. അപ്പോഴും എല്ലാവരും വിശ്വാസം എന്ന് വെച്ചാൽ ഭാവന അങ്ങനെ ഇടിക്കില്ലാന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ടേക്ക് പറയുന്നു. ആദ്യം ഒറ്റ ഇടി കൊടുക്കുകയാണത്. ആ ഇടി കൊടുത്തത് കൊണ്ടത് മൂക്കത്തല്ല, അതായത് ഇത് വരുന്ന വലിയ ഇപ്പോൾ മുഖം തിരിച്ചപ്പോൾ ഈ ഭാഗത്ത്, ഈ ചെവിയുടെ ഭാഗത്താണ് കൊണ്ടത്. ചെവിയുടെ ഭാഗത്ത് കൊണ്ടാലും വീണ്ടും റീടേക്ക് വരും. അങ്ങനെ റീടേക്ക് വന്നിട്ട് മൂക്കിൻ്റെ അവിടെ തന്നെ മർമ്മസ്ഥാനത്ത് തന്നെ കൊള്ളണം. അത് കൊള്ളുമ്പോൾ ചോര വരുന്ന പോലെ ഫീലിംഗ് ഉണ്ടായിരിക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാവുള്ളൂ. കാരണം ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തുള്ളത്. ഓക്കെ എന്ന് പറയുന്നത്. ശരിക്കും ഇന്ന് മൂക്കിൽ നോക്കി ഒറ്റ താങ്ങ് കൊടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് ചോരയൊന്നും വേണ്ടിയൊന്നുമില്ല. ആദ്യത്തെ ഇടി തന്നെ മൂക്കിൽ നിന്ന് കുടുകുട ചോര ഇങ്ങനെ വരുന്നു. എല്ലാവരും കൈയടിച്ചു. ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള കാര്യം പറയുന്നു. ഭാവന അവിടെ ഭയങ്കര പൊട്ടിക്കരച്ചിലായി. അയ്യോ ഞാൻ അറിയാണ്ട് ചെയ്തതാണേ, മനഃപൂർവ്വമല്ലേ, എന്ത് പറ്റി? അതായത് ഒരു നടിയായിരുന്നില്ല, ഒരു സാധാരണ സ്ത്രീ വാവിട്ട് എങ്ങനെ കരയുന്നുവോ ആ രീതിയിലാണ് ഭാവന അവിടെ നിലവിളിച്ചത്. അപ്പോൾ പലരും എല്ലാവരും ഇടപെട്ട് ആശ്വസിപ്പിച്ചു. ശ്രീകാന്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്റ്റിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാവന പല സെറ്റ് ചെല്ലുമ്പോഴും മാറി നിന്നേക്കണേ, എന്ത് കൊടുത്താലും മൂക്ക് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഭാവന പറഞ്ഞു ഇതെൻ്റെ കുറ്റമല്ല, എന്നോട് ഒറിജിനൽ ചെയ്യാൻ പറഞ്ഞു, ശ്രീകാന്തേട്ടനും പറഞ്ഞു ചെയ്തോളാൻ. അടി കൊടുത്തു. ഇങ്ങനെ എത്രയോ സിനിമകളിൽ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. ഇത് എഴുതുകയാണെങ്കിൽ എന്നെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുമല്ലോ. ഇപ്പോൾ മമ്മൂക്കയ്ക്ക് എന്നെ ഒറിജിനലായിട്ട് അടി കിട്ടുന്ന പറയുന്നത്. ഇങ്ങനെ എല്ലാവരും അവരുടേതിൽ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാവന മലയാള സിനിമയിലേക്ക് സജീവമായി തിരിച്ചു വന്നിരിക്കുന്നു. സിനിമയിലേക്ക് അഭിനയിക്കാൻ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, പോരാട്ടം കൂടി തുടരുകയാണ്. കാരണം തനിക്കുണ്ടായ തിക്താനുഭവങ്ങളുടെ അതിൽപ്പെട്ട പ്രതികളെ ശിക്ഷിക്കും വരെയുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഭാവന വന്നിരിക്കുകയാണ്.